ഒരു ഗുഹയിൽ അകപ്പെട്ടുപോയ ഹനുമാൻ സ്വാമിയെയും കൂട്ടരെയും അവിടെ നിന്നും രക്ഷിച്ച ഒരു യോഗിനിയുണ്ട്. സ്വയം പ്രഭ, തേജസ്സിനാൽ ഉജ്ജ്വലിക്കുന്നവൾ, സർവഭൂത സൃഷ്ടാക്കളായ മഹർഷിമാരിൽ ഒരുവനായ മേരു സവർണയുടെ പുത്രി. വിന്ധ്യാപർവ്വതത്തിലുള്ള ഋക്ഷബിലം എന്ന ഗുഹയിൽ ഒറ്റയ്ക്ക് വസിക്കുന്നു. സ്വർണം കൊണ്ടുണ്ടാക്കിയ ഭവനങ്ങളും അമൂല്യ വസ്തുക്കളുടെ ശേഖരവും സൂക്ഷിച്ചുകൊണ്ട് ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു തപസ്വിയായി കഴിയുന്നു. ശുക്രാചാര്യർക്ക് മാത്രം വശമായിരുന്ന വിചിത്ര നിർമ്മാണ ശില്പകലയെ മയൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വരമായി പ്രാപിച്ചു. മയൻ നിർമ്മിച്ച ത്രിപുരങ്ങൾ മഹാദേവൻ തകർത്തപ്പോൾ സ്വരക്ഷയ്ക്കായി നിർമ്മിച്ച ഗുഹയാണിത്. മായയാൽ നിർമ്മിച്ച ഈ മനോഹരമായ വസതിയിൽ ഏറെക്കാലം കഴിഞ്ഞ മയൻ നൃത്തത്തിലും സംഗീതത്തിലും മിടുക്കിയായ ഹേമ എന്ന അപ്സരസിനെ കണ്ട് മോഹിച്ചതിനെ തുടർന്ന് ഇന്ദ്രൻ അയാളെ നേരിട്ടു. പിന്നീട് ബ്രഹ്മദേവൻ ഈ ഗുഹയും പൊന്മയമായ വസ്തുക്കളെല്ലാം തന്നെയും ഹേമയ്ക്കായി നൽകി. ഹേമയുടെ സഖിയാണ് സ്വയംപ്രഭ. ഇവരവിടെ വസ്തുക്കളെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കഴിയുന്നു. സീതാദേവിയെ തേടിയെത്തിയ ഹനുമാനും കൂട്ടരും ദാഹിച്ചു വലങ്ങി നിൽക്കുമ്പോൾ തൂവലുകൾ നനഞ്ഞ പക്ഷികളെ ഈ ഗുഹയുടെ വാതിലിൽ കാണുന്നു. ജലം ലഭിക്കുമെന്ന് കരുതി വളരെ പ്രയാസം നിറഞ്ഞ ഗുഹയിൽ ഇറങ്ങുകയും ഇരുളടങ്ങിയ വഴികളിലൂടെ ഏറെ നാൾ സഞ്ചരിച്ചതിനു ശേഷവുമാണ് അവർ സ്വയംപ്രഭയെ ഈ പ്രദേശത്ത് കാണുന്നത്. ഇരുവരുടെയും കാര്യങ്ങൾ തമ്മിൽ പറഞ്ഞ് സ്വയംപ്രഭയുടെ ആതിഥ്യം സ്വീകരിച്ചതിനു ശേഷം അവരുടെ തപോശക്തിയാലാണ് ഗുഹയിൽ നിന്നും വാനര സംഘം പുറത്തു വരുന്നത്.